ഹലോ എവരിവൺ, മെക്നോൺ വർക്ക്ഷോപ്പ് ഡേ 3ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത് ഒരു സംഭവത്തിനെ പറ്റിയിട്ടാണ്. ഈ സംഭവത്തിന്റെ ഡീറ്റെയിൽ ആയിട്ട് A to Z കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞുതരും. ഓക്കെ, A to Z എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഞാൻ പറഞ്ഞുതരും. എന്താ സംഭവം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ബേസിക് ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്, മുന്നത്തെ 2 ബേസിക് ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ആർഡിനോ യുഎനോ. ഓക്കെ, ആർഡിനോ യുഎനോ. ഈ ആർഡിനോ യുഎനോ എന്ന് പറഞ്ഞാൽ ഒരു മൈക്രോ കൺട്രോളറാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, ഈ മൈക്രോ കൺട്രോളർ എന്തിനാ യൂസ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ നോർമലി ചെറിയ ചെറിയ റോബോട്ടുകൾ, നമ്മൾ ഉണ്ടാക്കുന്ന റോബോട്ടുകൾ എങ്ങനെ വർക്ക് ചെയ്യുക, ഈ ഒരു സാധനം വെച്ചിട്ടാണ് വർക്ക് ചെയ്യുക. ഓക്കെ, ഈ ഒരു സാധനമാണ് അതിന്റെ ബ്രെയിൻ എന്നൊക്കെ പറയുന്നത്. ഇതിന്റെ ബ്രെയിൻ എന്താന്ന് വെച്ചാൽ ഈ ഒരു സാധനം കണ്ടോ, നടുവിലൊരു കറുപ്പ് അപ്പൊ ടച്ച് ചെയ്ത സാധനം, അതാണ് അതിന്റെ ബ്രെയിന്. ബാക്കിയുള്ള പാർട്ടൊക്കെ അതിന്റെ ബോഡിയാണ്. ഓക്കെ, അത്രേ ഉള്ളൂ ആർഡിനോ. ഇനി ഞാൻ നിങ്ങൾക്ക് അത് ഡീപ്പായിട്ട് ഇതിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഞാൻ പറഞ്ഞുതരാൻ പോവാണ്. ഓക്കെ, ആർഡിനോ 2 ടൈപ്പ് ആർഡിനോ വരുന്നുണ്ട്. അതിലൊന്നാണ് സർഫസ് മൗണ്ട് ആർഡിനോ, SMD, സർഫസ് മൗണ്ട് ഡിവൈസ്, SMD. ഇതാണ് SMD ആർഡിനോ വരുന്നത്. ഓക്കെ, ആർഡിനോ യുഎനോ SMD എന്താന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു IC ഉണ്ടോ, ഈ ഒരു IC അതിൽ സോൾഡഡ് ആണ്, ഫിക്സഡ് ആണ്, അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. മാറ്റാൻ പറ്റും, അതിന് കുറച്ച് എക്സ്പേർട്സിനൊക്കെ മാറ്റാൻ പറ്റും. ഓക്കെ, ഈ ഒരു ഇതും അതേപോലെ ഇതാണ് ആർഡിനോ DIP, മീൻസ് ഇത് സർഫസ് മൗണ്ട്. ഇത് എന്താ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതിലുള്ള ഈ ചിപ്പാണ് ഈ ചിപ്പ് നമുക്ക് ഊരാൻ സാധിക്കും. ഓക്കെ, എന്തെങ്കിലും ചെറിയ ഡാമേജ് ഒക്കെ വന്നാൽ നമുക്ക് ഈ ചിപ്പ് ഊരി മാറ്റിയിട്ട് വേറെ ചിപ്പ് യൂസ് ചെയ്യാൻ പറ്റും. അത് ആർഡിനോ DIP ആർഡിനോ SMD തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, രണ്ടും സെയിം സാധനമാണ്, രണ്ടിലും വലിയ വ്യത്യാസമൊന്നുമില്ല, രണ്ടും സെയിം ഐറ്റം, ജസ്റ്റ് ഈ 2 IC മാത്രം വ്യത്യാസം. ഓക്കെ, ബാക്കി നമുക്ക് സംഭവത്തിൽ പോവാം. എന്താണ് ആർഡിനോ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ആർഡിനോ എന്ന് പറഞ്ഞാൽ നമ്മള് ഇലക്ട്രോണിക്സ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ യൂസ് ചെയ്യണ ചെറിയൊരു കമ്പ്യൂട്ടർ. ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറിന്റെ ചെറിയൊരു വർഷം, പക്ഷെ കമ്പ്യൂട്ടർ ചെയ്യുന്ന ടാസ്ക് ഒന്നും ആ ചെറിയൊരു മൈക്രോ കൺട്രോളർ ആയതുകൊണ്ട് തന്നെ അതിനെ ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അതാണ് ആർഡിനോ. അത്രേ ഉള്ളൂ ആർഡിനോ. ഓക്കെ, അതിന്റെ ചെറിയൊരു രൂപം. പിന്നെ ആർഡിനോ എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഇവിടെയാണ് നമ്മൾ നേരെ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, നമ്മൾ ഒരു കോഡ് റൈറ്റ് ചെയ്തു. ഓക്കെ, ഒരു കോഡ് റൈറ്റ് ചെയ്താൽ അത് നമുക്ക് ഈ ആർഡിനോക്ക് അപ്ലോഡ് ചെയ്യണം. അത് നമ്മൾ ഒരു USB, ഈ ഒരു USB വഴി നമ്മൾ അപ്ലോഡ് ചെയ്യാണ്. ഞാൻ ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇതിലൊന്ന് കണക്ട് ചെയ്തു. ഓക്കെ, ഇതിന് USB എന്ന് പറഞ്ഞാൽ ഒരു വേറെ ടൈപ്പ് USB ആണ്. ഓക്കെ, നമ്മുടെ പ്രിന്ററിലൊക്കെ വരുന്ന ടൈപ്പ് USB ആണ്. ഞാൻ അതിൽ കണക്ട് ചെയ്തു, എന്നിട്ട് അത് ഞാൻ എൻ്റെ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്തു. ഓക്കെ, ഈ വയർ നമ്മുടെ ലാപ്ടോപ്പിൽ, ഈ USB നമ്മുടെ ലാപ്ടോപ്പ് കണക്ട് ചെയ്തു. ലാപ്ടോപ്പ് PC എന്തിലും ഫോണിൽ നമുക്ക് പ്രോഗ്രാം ചെയ്യാം. ഓക്കെ, അത് കണക്ട് ചെയ്തു. പിന്നെ കോഡ് റൺസ് ഇൻ ATmega 328p. ഓക്കെ, അതെന്താന്ന് വെച്ചാല് ഇതിന്റെ ഈ ഒരു IC ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഏത് ഈ ഒരു ഐസിയും അതിനൊരു പേരുണ്ട്. ആ ഐസിന്റെ പേരാണ് ATmega 328p. ഓക്കെ, ഈ ഒരു IC ആണ് നമ്മുടെ കോഡ് എക്സിക്യൂട്ട് ചെയ്യുക. നമ്മുടെ ഓരോ പിൻസിനും സിഗ്നൽ കൊടുക്കുക. ഇങ്ങനെ ഈ സർവോ മോട്ടർ കറങ്ങി, അതേപോലെ റിലേ മൊഡ്യൂൾ ഓൺ ആവുക, LED ബ്ലിങ്ക് ആവുക, അതൊക്കെ ഈ ATmega 328p എന്ന് പറയുന്ന ഈ IC ആണ് കൺട്രോൾ ചെയ്യുക. ഈ IC ആണ് പിന്നുകൾക്ക് സിഗ്നൽ കൊടുക്കുക. അപ്പോ ഈ കമ്പോണൻസ് റിയാക്ട് ചെയ്യും. ഓക്കെ, കമ്പോണൻസ് മീൻസ് ഞാൻ പറഞ്ഞു, ഒരു സെൻസറിന് ഒരു ഇൻപുട്ട് വന്നു, സെൻസർ വർക്കായത് ആർഡിനോ മനസ്സിലാക്കി. അപ്പോ ലൈറ്റ് ഓൺ ആവും, നമ്മുടെ വീട്ടിലത്തെ ലൈറ്റ് ഓൺ ആവും. അപ്പൊ നമ്മുടെ റിലേ മൊഡ്യൂൾ എക്സിക്യൂട്ട് ആവും. ഓക്കെ, അത്രേ ഉള്ളൂ ആർഡിനോന്റെ വർക്കിംഗ്. ഓക്കെ, പിന്നെ നമ്മുടെ ഈ ഒരു ആർഡിനോ യൂസ് ചെയ്യുമ്പോൾ വേറെ കോമൺ മിസ്റ്റേക്കുകളാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. നമ്മുടെ ആർഡിനോ ഒരു സെൻസർ ആർഡിനോ ഇന്റഗ്രേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ, കണക്ട് ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൗണ്ടും കാര്യങ്ങളും കണക്ട് ആയിരിക്കണം. ഗ്രൗണ്ട് കറക്റ്റ് ആയാലാണ് ഒരു ആർഡിനോ ഒരു സെൻസറിന് സിഗ്നൽ റിസീവ് ചെയ്യുള്ളൂ. ഓക്കെ, അതൊന്ന്. പിന്നെ അനലോഗും ഡിജിറ്റൽ പിൻസ് മിക്സ് ചെയ്യാം. ഓക്കെ, എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളിപ്പോ ഡിജിറ്റൽ പിൻസ് പോയിട്ടില്ലേ, നമ്മുടെ ഇപ്പോ IR സെൻസറിലൊക്കെ ഡിജിറ്റൽ പിൻസ് ആണ് അവൈലബിൾ ഉള്ളൂ. ഓക്കെ, ഒരു നോർമൽ IR സെൻസറിൽ ഡിജിറ്റൽ പിൻസ് ആണ് അവൈലബിൾ. അതുകൊണ്ടായിട്ട് അനലോഗ് കുത്തിയ ആർഡിനോ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എറർ വന്ന് സിഗ്നൽ വേരിയേഷൻ ഒക്കെ വന്ന് നേരെ വർക്ക് ചെയ്തില്ലാന്ന് വരും. പിന്നെ ഞാൻ ഇപ്പൊ കോഡ് ചെയ്യുമ്പോൾ
ഈ ആർഡിനോയില് കാണാൻ പറ്റും കുറെ പിൻസ് ഉണ്ട്. ഓക്കെ, ഈ കുറെ പിൻസ് ഇതില് അത് ഞാൻ പറഞ്ഞുതരാം. പിൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ ഇപ്പൊ ആർഡിനോയിൽ കോഡ് ചെയ്യുമ്പോൾ ഒരു എൽ ഇ ഡി പിന്ന് 12 കോഡിൽ കൊടുത്തത്. എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ ആദ്യം പറയാണ് 12ാമത്തെ പിന്നിൽ LED കണക്ട് ചെയ്യണം. എന്നിട്ട് ഞാൻ ആദ്യം അതൊക്കെ പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുപോയിട്ട് ഈ പിന്ന് കൊണ്ടുപോയിട്ട് 3ാമത്തെ പിന്ന് കണക്ട് ചെയ്തു. ഇത് ആർഡിനോന്റെ 3ാമത്തെ പിന്നില്. അപ്പോ ആർഡിനോ സിഗ്നൽ കൊടുക്കും, പക്ഷെ നമ്മുടെ LED കത്തില്ല. ഓക്കെ, അതിൽ അത്രേ ഉള്ളൂ. പിന്നെ പവറിങ് കമ്പോണന്റ് ഇൻകറക്ട്ലി. ഞാൻ ഇപ്പൊ ഒരു IR സെൻസർ എടുത്തു. IR സെൻസർ ഇല്ലെങ്കിൽ LED പോസിറ്റീവിലേക്ക് കൊണ്ടുപോയിട്ട് നെഗറ്റീവിലേക്ക് കൊണ്ടുപോയിട്ട് പോസിറ്റീവിലും കുത്തി. അത് LED പോയി, അത് സംശയിക്കാവുന്നില്ല, LED പോയി. ഓക്കെ, അതേപോലെ IR സെൻസർ ഞാൻ അങ്ങനെ കണക്ട് ചെയ്താൽ ചിലപ്പോൾ IR സെൻസർ ഒന്ന് ബ്ലാസ്റ്റ് ആവും, ഇല്ലെങ്കിൽ അത് നോർമലി വർക്ക് ചെയ്യാതിരിക്കും. എന്തായാലും വർക്ക് ചെയ്യില്ല എന്ന് ഉറപ്പാണ്. ഓക്കെ, അവിടെ അത്രേ ഉള്ളൂ. നമ്മുടെ സ്റ്റുഡൻസ് കുട്ടികളൊക്കെ ഇരിക്കണം കോമൺ മിസ്റ്റേക്കുകൾ. പിന്നെ ഇനിയാണ് നമ്മുടെ ക്ലാസ് വരാൻ പോണത്. ചിപ്പ് യൂസ്. ഞാൻ പറഞ്ഞു അറ്റ്മെഗ 328P എന്ന് പറയുന്ന ഒരു ചിപ്പാണ് യൂസ് ചെയ്യണത്. ഇവിടെയാണ് കോഡ് റൺ ചെയ്യുക. ഓക്കെ, അത് അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ആർഡിനോ ബോർഡ് എന്ന് പറയുന്നത് അതിന്റെ ബോഡിയാണ്. ഓക്കെ, ഇനി അറ്റ്മെഗ 328P ആ ചിപ്പ് അത് അതിന്റെ ബ്രെയിൻ ആണ്. ഓക്കെ, അപ്പോ മെയിൻ ബ്രെയിൻ മൈക്രോ കൺട്രോളർ എന്താന്ന് മനസ്സിലായല്ലോ. പിന്നെ ഇത് പവർ ചെയ്യണമെങ്കിലുള്ള സംഭവം ഇത് നമ്മൾ അങ്ങനെ ജസ്റ്റ് കൊണ്ടുപോയിട്ട് ആ കറണ്ട് കുത്തി വർക്ക് ചെയ്യില്ല. ഇതും പോവും വീടും പോവും ചിലപ്പോ. ഓക്കെ, അപ്പൊ അതത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് കാര്യത്തിൽ വരാം. ഈ USB കേബിൾ ഇല്ലേ, ഈ USB കേബിള് ആർഡിനോക്ക് കൊണ്ടുപോയി കുത്തിയാൽ തന്നെ ആർഡിനോ ഓൺ ആവും. അതാണ് ഒരു പവർ സോഴ്സ്. ഓക്കെ, പക്ഷെ ആർഡിനോ ഈ നമ്മള് കമ്പ്യൂട്ടറിൽ കുത്തുന്ന പവർ കൊണ്ട് ഇത്ര തോന്നെ കമ്പോണൻസ് ഒന്നും ആർഡിനോ റൺ ചെയ്യാൻ പറ്റില്ല. അതിന്റെ പവർ തയ്യാതെ വരും. ഓക്കെ, പിന്നെ നമ്മള് ഇതില് കുറച്ച് പിന്നുകളുണ്ട്. ഓക്കെ, ഒന്ന് 3.3 വോൾട്ട്, 5 വോൾട്ട്. ഇതാണ് പോസിറ്റീവ് പിന്ന് വരിക. 5 വോൾട്ട് 2 പിന്ന് വരുന്നുണ്ട്. ഓക്കെ, പല ആർഡിനോയിലും പല പിൻസ് ആണ് വരിക, നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോ നമ്മൾ ഈ USB കുത്തുന്ന സമയത്ത് 5 വോൾട്ട് ഔട്ട്പുട്ട് ആണ് വരിക, ഇതിൽ ഇൻപുട്ടും 5 വോൾട്ട് ആണ് വരിക. ഓക്കെ, അപ്പോ USB കേബിൾ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് ഈ USB കേബിളിന് അങ്ങനെയാണ് വരിക. ഇനി ഈ ഒരു DC ബാരൽ കണ്ടോ, ഇത് വഴിയാണ് നമ്മൾ അഡാപ്റ്റർ വഴി കൊടുക്കുക. ഇതിൽ നമുക്ക് 7 വോൾട്ട് മുതൽ 12 വോൾട്ട് വരെ അഡാപ്റ്റർ വെച്ച് കൊടുക്കാം. ഓക്കെ, അത് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അതുവരെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ലാതെ അത് റണ്ണാവും. ഓക്കെ, 7 വോൾട്ട് മുതൽ 12 വോൾട്ട് വരെ ഈ ഒരു ബ്ലാക്ക് പോർട്ട് കൂടെ. ഓക്കെ, നമ്മുടെ പ്ലഗിൽ കണക്ട് ചെയ്തിട്ടും അങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യിപ്പിക്കുക. ഒരു 12 വോൾട്ടിന്റെ അഡാപ്റ്റർ എടുക്കുക, ഇതിൽ കുത്തുക. അങ്ങനെ കൂടുതൽ ലോഡ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഇനി ചെയ്യാം. ഓക്കെ, പിന്നെ ഇതില് വോൾട്ടേജിന് വിന്ന് പറഞ്ഞിട്ടൊരു പിന്നുണ്ട്. കാണാൻ ക്യാമറ കൂടെ കാണാൻ പറ്റില്ല, നമുക്ക് നിങ്ങൾ കിറ്റ് മേടിച്ചിട്ട് നോക്കി. ഓക്കെ, വിൻ പിന്നെ എക്സ്റ്റേണൽ പവർ. നമുക്കിപ്പോ ഇതിലേക്ക് ഇൻപുട്ട് എങ്ങനെയാന്ന് വെച്ചാ ഇതിന്റെ ഒരു 5 വോൾട്ട്. ഓക്കെ, 5 വോൾട്ടിന്റെ ഒരു പവർ എന്താ പറയാ, ഒരു പവർ സപ്ലൈ ഉണ്ട്. ഈ പവർ സപ്ലൈ എടുത്തിട്ട് ഒരു ജമ്പർ വഴി ഞാൻ ഈ പോർട്ടൊക്കെ ഫില്ലാണ് വിചാരിക്കും, ഇല്ലെങ്കിൽ പോർട്ടൊന്നും വർക്ക് ചെയ്യില്ല. അപ്പൊ ഞാൻ ആ 5 വോൾട്ട് ഈ വിന്ന് പിന്നിൽ കൊടുത്താൽ ഈ ആർഡിനോ പവർ ആവും. ഓക്കെ, അത് അത്രേ ഉള്ളൂ. പവർ ബേസ് അത്രേ ഉള്ളൂ. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പിൻസ് നമ്മൾ പഠിക്കാൻ പോവാണ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പിൻസ് നമ്മൾ പഠിക്കുകയാണ്. ഒന്ന് ഡിജിറ്റൽ പിൻസ്. ആർഡിനോയില് 13 ഡിജിറ്റൽ, 0 to 13 ഡിജിറ്റൽ പിൻസ്, ടോട്ടൽ 14 പിൻസ്. ഓക്കെ, അതില് നമ്മുടെ LED ഓഫ് ആക്കാനും ഓൺ ആക്കാനും, അതേപോലെ സെൻസേഴ്സിന് ചെറിയ ഡിജിറ്റൽ സെൻസേഴ്സ് ചെറിയ ഇൻപുട്ട് എടുക്കാനൊക്കെയാണ് അത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, 14 പിൻസ് ടോട്ടൽ. LED ഓൺ ഓഫ്, അതേപോലെ ബട്ടൺ ഇൻപുട്ട്. ഓക്കെ, ആദ്യം തന്നെ ഡിജിറ്റൽ പിൻസ് തന്നെ PWM പിൻസ് വരും. ഓക്കെ, 3ാമത്തെ, അതേപോലെ 5ാമത്തെ, 6ാമത്തെ, 9ാമത്തെ, 10ാമത്തെ, 11ാമത്തെ, ഈ 1 2 3 ഈ ഒരു 6 പിന്നാണ് നമുക്ക് PWM പിൻസ് ആയിട്ട് വരിക. ഓക്കെ, PWM പിൻസ് എന്ന് പറഞ്ഞാല് നമ്മുടെ അനലോഗ് സെൻസേഴ്സ് ഇല്ലേ, അനലോഗ് സെൻസേഴ്സ് വർക്ക് ചെയ്യണമെങ്കിൽ അനലോഗ് പിന്ന് കണക്ട് ചെയ്യണം. അതേപോലെയാണ് PWM പിൻസ്. അനലോഗ് പിൻസും PWM പിൻസും ഏകദേശം സെയിം ആണ്, നിങ്ങൾ ആലോചിച്ച് വെച്ചു. ഓക്കെ, നമ്മുടെ LED ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യണമെങ്കിൽ, അതേപോലെ മോട്ടോർ ഡ്രൈവറിന് നമുക്ക് സ്പീഡ് കൂട്ടും കുറക്കും വേണം കോഡ് വഴി. അപ്പോഴൊക്കെയാണ് നമ്മൾ ഈ PWM പിൻസ് യൂസ് ചെയ്യാം. മെയിൻലി മോട്ടോർ ഡ്രൈവേഴ്സിലൊക്കെ നമ്മൾ ഇൻപുട്ട് കൊടുക്കുക, ഔട്ട്പുട്ട് കൊടുക്കുക ഈ PWM പിൻസ് വഴിയാണ്. ഓക്കെ,
അതേപോലെ അനലോഗ് പിന്ന് ഞാൻ പറഞ്ഞു അതിന്റെ വാല്യൂ പറയണത് 0 to 1023 വരെയാണ്. ഓക്കെ, എന്ന് വെച്ചാൽ വാല്യൂബിൾ ആണ്. ഡിജിറ്റൽ പിന്ന് ഞാൻ എന്താ പറഞ്ഞത് നിങ്ങൾക്ക് 0-1 അത്രേ വാല്യൂ ഉള്ളൂ. മറിച്ച് അനലോഗ് പിൻസിൽ കാണാൻ പറ്റും 0 മുതൽ 1023 വരെയാണ് അതിന്റെ റേഞ്ച്. ഓക്കെ, അപ്പോ അനലോഗ് പിൻസ് ഞങ്ങൾക്കിപ്പോ LDR സെൻസർ കൺട്രോൾ ചെയ്യണമെങ്കിൽ LDR സെൻസർ, ലൈറ്റ് സെൻസർ, അതേപോലെ ടെമ്പറേച്ചർ സെൻസർ എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത്, എനിക്കിപ്പോ എന്റെ ആർഡിനോ യൂസ് ചെയ്തിട്ട് ഈ കമ്പ്യൂട്ടറിൽ ലൈറ്റിന്റെ ഇന്റൻസിറ്റി കണ്ടുപിടിക്കണം. എത്രത്തോളം പ്രകാശം സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് വരണ്ടെന്ന് എനിക്ക് കണ്ടുപിടിക്കണം. അപ്പോ ഞാനൊരു പ്രോഗ്രാം എഴുതി LDR സെൻസർ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, LDR സെൻസർ റെസിസ്റ്റിവിറ്റിക്ക് അനുസരിച്ചിട്ടാണ് നമ്മുടെ ആർഡിനോ ഇൻപുട്ട് എടുക്കുന്നത്. അത്രേ ഉള്ളൂ. അപ്പോ ഈ ലൈറ്റ് സെൻസർ ഒക്കെ എനിക്ക് ലൈറ്റ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പിന്നാണ് യൂസ് ചെയ്യുക, അനലോഗ് പിന്നാണ് യൂസ് ചെയ്യുക. അതേപോലെ ടെമ്പറേച്ചർ നല്ല വാരി ചെയ്യേണ്ടിയിരിക്കും. ഇപ്പൊ ഡിജിറ്റൽ എടുത്ത 0 നല്ല വാല്യൂ ആയിട്ടുള്ളൂ. അത് കിട്ടിയിട്ട് കാര്യമില്ല. നമുക്ക് അനലോഗ് ഇൻപുട്ട് കിട്ടണം. ഓക്കെ, നല്ല വാല്യൂ ആയിട്ടുള്ള ഇൻപുട്ട് കിട്ടണം. അപ്പൊ അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പവർ പിൻസ്. ഓക്കെ, 5 വോൾട്ട് പിന്നെ പവർ കമ്പോണൻസ് നോർമലി പവർ ചെയ്യാൻ. അതേപോലെ 3.3 വോൾട്ട് ലോ വോൾട്ടേജ് ഡിവൈസസ് മീൻസ് സർവോ ഒക്കെ 3.3 വോൾട്ടില് സ്മൂത്ത് ആയിട്ട് ഉണ്ടാവും. ഓക്കെ, പിന്നെ ഗ്രൗണ്ട് നോർമലി എല്ലാ കമ്പോണൻസും ഗ്രൗണ്ട് ചെയ്യണം, നിർബന്ധമാണ്. അത് അത്രേ ഉള്ളൂ. പിന്നെ ഈ 0 ഡിജിറ്റൽ പിൻസിൽ പിന്നെ 0-യും പിന്നെ 1-ഉം റിസീവർ ട്രാൻസ്മിറ്റർ RX TX പിൻസ് ആണ്. ഓക്കെ, സീരിയൽ കമ്മ്യൂണിക്കേഷൻ ആണ് യൂസ് ചെയ്യുക. ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് എങ്ങനെ പറഞ്ഞുതരാം. ഇന്ത്യയില് ഈ ഒരു സാധനം ഇല്ല, ഈ ഒരു കേബിൾ ഇല്ല. അപ്പോ USB to TTL പറഞ്ഞിട്ട് ഒരു കൺവേർട്ടർ കിട്ടും. ഇത് വെച്ചിട്ട് ഈ TTL നമുക്ക് 5 പിന്ന് അവൈലബിൾ ആണ്. ഒരു പിന്ന് RX, ഒരു പിന്ന് TX, ഒരു പിന്ന് 5 വോൾട്ട് പിന്നാണ്. അതിൽ ഒരു പിന്ന് 3.5 വോൾട്ട് 3.3 വോൾട്ട് പിന്നാണ്. അതേപോലെ ഒരു ഗ്രൗണ്ട് പിന്നാണ്. ഞാന് അതിന്റെ 5 വോൾട്ട് പിന്നെടുത്തിട്ട് ഇതിന്റെ വീനിന് കൊടുത്തു. വീനിലോ 5 വോൾട്ടിലോ അതൊക്കെ ഒരു കേസിലാണ് കൊടുക്കുക. ഓക്കെ, ഞാൻ അപ്പൊ കറന്റ്ലി ആ TTL കൺവേർട്ടറിന്റെ TTL പറഞ്ഞാൽ ഒന്നുമല്ല, നമ്മുടെ ഈ പ്രോഗ്രാം ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ബോർഡാണ്. ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇന്ത്യയിൽ 2 സാധനം. അതിന്റെ 5 വോൾട്ട് എടുത്തിട്ട് ആർഡിനോന്റെ വീനിന് കൊടുത്തു. അതിലത്തെ ഗ്രൗണ്ട് എടുത്തിട്ട് ആർഡിനോന്റെ ഗ്രൗണ്ട് കൊടുത്തു. ഓക്കെ, ഇനി RX എടുത്തിട്ട് ഈ പിന്നിന്റെ ഈ ആർഡിനോന്റെ TX കൊടുത്തു. എന്ത്, അതിന്റെ RX എടുത്തിട്ട് ഇതിന്റെ TX കൊടുത്തു. പിന്നെ അതിന്റെ TX എടുത്തിട്ട് ആർഡിനോന്റെ RX കൊടുത്തു. അങ്ങനെ നമുക്ക് പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യാം. ഓക്കെ, അതിനാണ് ഡിജിറ്റൽ പിന്ന് 0-യും പിൻ 1-ഉം. പിന്നെ USB കമ്മ്യൂണിക്കേഷൻ, അതേപോലെ സീരിയൽ മോണിറ്ററിങ്ങിനൊക്കെയാണ്. സീരിയൽ മോണിറ്ററിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആർഡിനോ ഐഡിയയില് നിങ്ങൾക്ക് ആർഡിനോ ഐഡി കാണിച്ചു തന്നിട്ടില്ല, ഞാൻ കാണിച്ചുതരാം. ഓക്കെ, ആർഡിനോ ഐഡിയയില് ഒരു ടെർമിനൽ പോലത്തെ ചെറിയൊരു സ്പേസ് ഉണ്ട്. ഈ സ്പേസിൽ നമ്മുടെ സെൻസേഴ്സിന്റെയും അതേപോലെ ഔട്ട്പുട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഡീബഗ് ചെയ്തെടുക്കാൻ പറ്റും. ഡീബഗിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിലിപ്പോ ഓരോ ഡീറ്റെയിൽസ് ഇങ്ങനെ അറിയാൻ പറ്റും. ഒരു സെൻസറിന് വരുന്ന വാല്യൂ എത്രയാണ്, ഒരു സെൻസർ വർക്ക് ചെയ്യുന്നുണ്ടോ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സീരിയൽ മോണിറ്റർ യൂസ് ചെയ്യുക. ഓക്കെ, പിന്നെ ആർഡിനോയിൽ ക്ലോക്ക് സ്പീഡ് പറഞ്ഞ സംഭവമുണ്ട്. ഇതൊന്നും നിങ്ങൾക്ക് പഠിക്കാനെടുത്തൊക്കെ ഞാൻ വെറുതെ പറഞ്ഞു തരാണ്. നമ്മുടെ ആർഡിനോയുടെ ക്ലോക്ക് സ്പീഡ് എന്ന് പറഞ്ഞാൽ 16 MHz ആണ്. ഇത് എന്തിനാന്ന് വെച്ചാല് ഈ ക്ലോക്ക് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്ട്രക്ഷൻ ഞാൻ ഇപ്പൊ പറയാണ്, സെൻസർ ഓൺ ആയ ഡേറ്റ് എത്തണം. അതിൽ ഒരൊറ്റ ഇൻസ്ട്രക്ഷൻ അല്ല, അതിൽ കുറെ ഇൻസ്ട്രക്ഷൻ ബാക്ക് എൻഡ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ആ ഒരു എക്സിക്യൂഷൻ പെർ സെക്കൻഡിൽ അതെങ്ങനെയാണ് വർക്ക് ചെയ്യണത്, അത് വർക്ക് ചെയ്യണം എന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ് ആർഡിനോ. ആ ഒരു സ്പീഡ് അത് ഒരൊറ്റ സെക്കൻഡിൽ എത്രയോ മില്യൺ ഇൻസ്ട്രക്ഷൻസ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ക്ലോക്ക് സ്പീഡ്. ഓക്കെ, ക്ലോക്ക് സ്പീഡ് അത് അത്രേ ഉള്ളൂ. പിന്നെ USB ഇന്റർഫേസ് ഞാൻ പറഞ്ഞ പോലെ USB ഇന്റർഫേസ്, ഈ USB ഇല്ലേ, ഇത് വഴിയാണ് നമ്മള് കോഡ് അപ്ലോഡ് ചെയ്യുക, പവർ ദ ബോർഡ് ഓൺ ആക്കുക, കമ്മ്യൂണിക്കേറ്റ് വിത്ത് കമ്പ്യൂട്ടർ. ആ കേബിൾ യൂസ് ചെയ്തിട്ട് നമ്മള് ഇതിൽ കണക്ട് ചെയ്തിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോ USB ഇന്റർഫേസ് അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ആർഡിനോ എവിടൊക്കെ യൂസ് ചെയ്യുമെന്ന് നമുക്ക് കാണാം. ഓക്കെ, ആർഡിനോ ഒന്നാമത് ഓട്ടോമാറ്റിക് സ്ട്രീറ്റ് ലൈറ്റുകൾ, നമ്മുടെ സ്ട്രീറ്റുകൾ കൂടെ ഉള്ള ലൈറ്റുകൾ രാത്രിയായി ഓട്ടോമാറ്റിക്കലി ഓൺ ആവുന്നുണ്ട്. അപ്പൊ അവിടെ നമ്മൾ യൂസ് ചെയ്യും. അതിന്റെ ഉള്ളിൽ ഈ ഒരു LDR സെൻസറും ആർഡിനോന്റെ ചെറിയൊരു രൂപമാണ് കിടക്കുന്നത്. ഓക്കെ, അതേപോലെ സ്മാർട്ട് ഹോം സിസ്റ്റം,
ഞാനിപ്പോ റിമോട്ട് വഴി ലൈറ്റ് ഓൺ ആക്കണം, അതൊക്കെ നമുക്ക് ഈ ആർഡിനോട് ഉണ്ടാക്കാം. ഇത് സ്മാർട്ട് ഹോം സിസ്റ്റം. ഓക്കെ, അതേപോലെ സ്വിച്ച് ഇട്ട എന്റെ ഫോൺ വഴി എങ്ങനെ ഇതാക്കാം, ബ്ലൂടൂത്ത് വഴി, അതൊക്കെ നമുക്ക് ഈ ആർഡിനോട് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ചെറിയ ചെറിയ റോബോട്ടുകൾ ഞാൻ ആർഡിനോ യുവിനോട് റെക്കമെൻഡ് ചെയ്യണുള്ളൂ. ഓക്കെ, അപ്പോ അവിടെ അത്. പിന്നെ സെക്യൂരിറ്റി അലാറം. ഇപ്പൊ ഞാൻ എന്റെ ഡോറ് തുറന്നു, അലാറം അടിക്കണം, അതൊന്ന്. അതേപോലെ നമ്മളിപ്പോ ജ്വല്ലറിയിലൊക്കെ നൈറ്റ് അവര് സെക്യൂരിറ്റി സിസ്റ്റം സെറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാന്ന് വെച്ചാ നൈറ്റ് ഇപ്പൊ നമ്മളൊരു ടൈം കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ കാര്യം നടന്നാലും നമുക്ക് ഗോൾഡ് മീൻസ് ജ്വല്ലറി ഓണേഴ്സിന്റെയും നമ്മുടെ ഇവിടെ ഉണ്ടോന്ന് അറിയില്ല കേട്ടോ, പുറത്തൊക്കെ ഉണ്ട് നമ്മുടെ. അതേപോലെ ഓക്കെ, നമ്മുടെ ഓണറുടെ ഫോണിലേക്ക് മെസ്സേജ് പോകും, അങ്ങനെയൊക്കെ ഇതുകൊണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ലൈൻ ഫോളോയിങ് റോബോട്ട് നിങ്ങൾക്ക് പ്രൊജക്ട് ഉണ്ട്. ഓക്കെ, നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോ ആദ്യം കാര്യം പറയാനുള്ളത്, നമ്മുടെ ഒരു ചെറിയ കിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മള്. ഈ കിറ്റ് നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അതിൽ നമ്മൾ കുറേ പ്രൊജക്റ്റുകളുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള ഒരു കിറ്റാണ്. ഓക്കെ, ഈ കിറ്റില് കുറെ പ്രൊജക്റ്റ് ഉണ്ട്, അതേപോലെ കുറെ കമ്പോണൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കമ്പോണൻസ് നിങ്ങൾ പുറത്തുനിന്ന് മേടിക്കുകയാണെങ്കിൽ ഈ ഒരു റേറ്റിന് കിട്ടൂല. ഓക്കെ, അത്രേ പറയാനുള്ളൂ. പിന്നെ ആദ്യം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ബോർഡല്ല, ഒരു വലിയ ടെക്നോളജികൾ നടക്കണം. അതിന്റെ ഒരു സ്റ്റാർട്ടിങ് ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു ആദ്യങ്ങൾ മേടിച്ചാൽ, നമ്മുടെ കിറ്റ് മേടിച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ഓരോ പ്രൊജക്റ്റുകൾ ചെയ്യാം. അതേപോലെ ഇഷ്ടത്തിന് എന്താണ് നിങ്ങൾ ചെയ്യാം. ഓക്കെ, അത്രയാണ് പറയാനുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഞാൻ വേറെ ഇതൊരു മൈക്രോ കൺട്രോളർ ആണെന്ന് പറഞ്ഞത്, ഒരു മൈക്രോ പ്രൊസസർ ഉണ്ട്. ഓക്കെ, ഇതിപ്പോ ഞാൻ പറയുകയാണെങ്കിൽ ട്രാൻസിസ്റ്റർ ഇതൊരു 3rd ജനറേഷൻ കമ്പ്യൂട്ടർ ആയിട്ട് നമുക്ക് കൂട്ടാൻ പറ്റും. ഓക്കെ, ഇത് 1st ജനറേഷനിൽ നമ്മൾ യൂസ് ചെയ്തിരുന്നത് ബാക്ക് ട്യൂബാണ്. പിന്നെ ട്രാൻസിസ്റ്റർക്ക് മാറി, പിന്നെയാണ് ഈ ഐസിയും കാര്യങ്ങളും വന്നത്. ഇത് 3rd ജനറേഷൻ കമ്പ്യൂട്ടർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇനി ഞങ്ങൾക്ക് 4th ജനറേഷൻ കമ്പ്യൂട്ടർ കൺസിഡർ, അതാണ് ഈ റാസ്ബെറി പൈ. ഓക്കെ, ഇത് പറഞ്ഞാൽ ഈ ഒരു സാധനം കണ്ടോ, ഇത് തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. ഇതിലിപ്പോ എന്താ, ഒരു ബാറ്ററി വരുന്നുണ്ട്, ഒരു മോണിറ്റർ വരുന്നുണ്ട്, ഒരു കീബോർഡ് വരുന്നുണ്ട്, ഒരു മൗസ് വരുന്നുണ്ട്. ഇക്കിപ്പോ ഈ മൗസും കീബോർഡും മോണിറ്ററും ഇതിൽ കണക്ട് ചെയ്താൽ ഇത് വർക്കാവും. ഓക്കെ, അത് അത്രേ ഉള്ളൂ. അതേപോലത്തെ സാധനമാണ് ഇത്, വേറെ വ്യത്യാസം ഒന്നുമില്ല. അത് തന്നെയാണ് ഇത്, ഈ ഒരു കമ്പ്യൂട്ടർ തന്നെയാണ് ഇത്. ഓക്കെ, അപ്പോ നമുക്ക് ഇത്രയാണ് പറയാനുള്ളൂ. നമുക്ക് ഇതിന്റെ ക്ലാസ് ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞാൽ മതി, ഞാൻ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്ത് തരാം. ഓക്കെ, പിന്നെ പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ക്ലാസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മുടെ വെബ്സൈറ്റ് കൊടുത്തു, നമ്മളിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ യൂട്യൂബ് പോയി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ കമന്റ് ഇടാൻ പറ്റും. നിങ്ങൾ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഇട്ടാൽ മതി, ഞങ്ങൾക്ക് അതിനുള്ള റിപ്ലൈ അപ്പം തരും. ഓക്കെ, അപ്പോൾ ബൈ.